ബഹുമാനായ അധ്യക്ഷൻ വയലാരാമവർമ്മ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റായ ശ്രീ ജി രാജ്മോഹൻ അവർ, സെക്രട്ടറി ശ്രീ മണക്കാട് രാമചന്ദ്രൻ, മുൻ മന്ത്രി ശ്രീ പി എസ് സുകുമാർ, ആദരണീയനായ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, പത്മശ്രീ വിമല മേനോൻ, മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, പാർവതിപുരം പത്മനാഭ അയ്യർ, ശ്രീ സി നീലകണ്ഠൻ, ശ്രീമതി വികാറ്റ ഗിരിജചന്ദ്രൻ, ജി വിജയകുമാർ, സ്വാഗതം പറഞ്ഞ മണക്കാട് രാമചന്ദ്രൻ, ഏറ്റവും ബഹുമാന്യരെ, വയലാരാമവർമ്മ സാംസ്കാരിക വേദി സെമ്പറി മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായിട്ടാണ് വയലാരാമവർമ്മ പഞ്ചദിന കർണാടക സംഗീതോത്സവം സംഘടിപ്പിക്കുന്നതിൻ്റെ സമാപന ദിവസമാണ്. വയലാരാമവർമ്മ സാംസ്കാരിക വേദി 2 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക കലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. സെമ്പറി ട്രസ്റ്റ് 32 വർഷമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. ഈ 5 ദിവസം എല്ലാ ദിവസവും നമ്മുടെ സംസ്ഥാനത്തെ പ്രശസ്തരായ സംഗീതജ്ഞരുടെ സംഗീത വിരുന്ന് ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് ഈ സംഗീതോത്സവം പഞ്ചദിന കർണാടക സംഗീതോത്സവം സമാപിക്കുന്നത്. വയലാരാമവർമ്മ നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കവിയാണ്, ഗാനരചയിതാവ്. മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മനോഹരമായ ചലച്ചിത്ര ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതകളുമെല്ലാം ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടി തന്നെ വിളിച്ചു പറഞ്ഞു. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ എല്ലാം ഉൾച്ചേർന്നിരുന്നു. ഞാൻ ദീർഘമായി ഒരു പ്രസംഗത്തിനൊന്നും തന്നെ മുതിരുന്നില്ല. ഒന്നാമത് ഞാൻ വളരെ വൈകിയാണ് വന്നത്. ഇന്ന് ബഡ്ജറ്റിൻ്റെ ദിവസമായിരുന്നു. അതുകൂടാതെ വായനാദിന പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ ഓണക്കൂർ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അല്പം വൈകിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ സെമ്പറി ട്രസ്റ്റിൻ്റെയും വയലാരാമവർമ്മ സാംസ്കാരിക വേദിയുടെയും ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ മന്ത്രി വേഗം വയ്ക്കും, ഞാനത് പോയി പങ്കെടുത്ത ഒരാളാണ്, അവർക്കത് സമയത്ത് തുടങ്ങുന്നതാണ് എന്ന് അദ്ദേഹത്തോടൊന്ന് സഹായിച്ചുകൊണ്ടാണ് എനിക്കിപ്പോഴെങ്കിലും എത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ അതിനുശേഷം നമ്മുടെ കുമാരി രോഹിണി എസിൻ്റെ പുല്ലാങ്കുഴൽ, എൻ്റെ നാട്ടുകാരനായ ആനന്ദ് ഭൈരവ ശർമ്മയാണ് വയലിൻ വായിക്കുന്നത്. ആനന്ദ് ഇവിടെ ഇരിക്കുന്നേ കണ്ടായിരുന്നു. ആനന്ദ് അച്ഛനെയും അമ്മയും കണ്ടു. ആനന്ദ് ഇവിടെ ഉണ്ടാവും. മൃദംഗത്തിൽ ശ്രീകൃഷ്ണ ഗണേശുണ്ട്. ആനന്ദ് അവിടെ നിൽക്കുന്നു. ഇന്ന് അതുകൂടാതെ പ്രശസ്തനായ പ്രിയപ്പെട്ട ശ്രീ വൈക്കം വേണുഗോപാൽ, അദ്ദേഹം അറിയപ്പെടുന്ന മൃദംഗ വിദ്വാനാണ്. സംഗീത കോളേജിൽ പ്രിൻസിപ്പലായി വിരമിച്ചതാണ്, പ്രൊഫസറാണ്. അദ്ദേഹത്തിന് ഈ വർഷത്തെ വയലാരാമവർമ്മ കർണാടക സംഗീത പുരസ്കാരം ഇന്ന് വിളിച്ചു നൽകുന്നു. അദ്ദേഹത്തിനും എല്ലാ അനുമോദനങ്ങളും എൻ്റെ ആദരവുകളും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ശ്രീ മണക്കാട് രാമചന്ദ്രൻ അവരോട് പറഞ്ഞു, ഇത്രയും വർഷമായി ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ഗവൺമെൻറ്റിൽ നിന്നും ഇതുവരെ സഹായമൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. തീർച്ചയായും നിങ്ങൾ
ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുന്നു. ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും ആദരവുകളും ശ്രീ വൈക്കം വേണുഗോപാൽ അവർക്കും ഇന്ന് ആദരവേറ്റു വാങ്ങുന്ന സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ശ്രീമതി ബെഗാറ്റ ഗിരിജാചന്ദ്രൻ ടീച്ചർക്കും പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രൊഫസർ വൈക്കം വേണുഗോപാൽ സാറിന് നൽകുകയാണ്. അതാണ് ഇന്നത്തെ അക്കാദമി അവാർഡ് ലഭിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ബെഗാറ്റ ഗിരിജാചന്ദ്രൻ ടീച്ചറിന് ഞങ്ങളുടെ ആദരവ് നൽകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിമല ടീച്ചർ ഞങ്ങളുടെ ഒരു ഭാഗമാണ്. വിമല ടീച്ചറിന് ഞങ്ങളുടെ ഒരു ആദരവ് ഈ വേദിയിൽ നൽകുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒരു അപേക്ഷ, ഞങ്ങളുടെ ഈ 4 ദിവസമൊക്കെ ഇതിൽ പങ്കെടുത്ത ഒരു കുറച്ച് കുട്ടികൾക്ക് എല്ലാം വളരെ ജൂനിയറായിട്ടുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളായിരുന്നു. അവർക്കുള്ള ആദരവോടെ ഞങ്ങൾ ഈ വേദിയിൽ കൊടുക്കുകയാണ്. ഞാൻ വായിക്കുന്നതനുസരിച്ച് എല്ലാവരും ഇവിടെ അദ്ദേഹത്തിൽ നിന്നും ആദരവ്